Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay, good morning. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോളിസീസ് പഠിച്ചാൽ ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് ചില പോളിസീസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. അതിൽ നമ്മൾ ജംഫ്രി ഇൻസ്ട്രുമെന്റ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി, അവിടെ വരെ അല്ലേ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു? അതിൽ ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയാണ്? സെന്ററിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ ആണ്, അത് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഒരു പേഷ്യന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലാണ് സർജറി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പൊസിഷൻസ് പ്രോപ്പർ ആയിട്ട് എന്താണ് പേഷ്യന്റിന് ഡോക്ടേഴ്സിന് അനലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷന് വേണ്ടി എന്താണ് ഈ ടേബിൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത് ഉമ? ഓപ്പറേറ്റിംഗ് റൂംസ് ലാംപ്സ് എങ്ങനെയായിരിക്കണം? ഒന്നുകൂടെ പറയൂ മാം. ഓപ്പറേറ്റിംഗ് റൂമിലെ ലാംപ്സ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബ്രൈറ്റ് ആയിരിക്കണം. ബ്രൈറ്റ് ആയിരിക്കണം. കൂടാതെ എന്താണ്? ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. എക്യുപ്മെന്റ്സിന്റെയോ ഷാഡോസിന് റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റ്സ് ആയിരിക്കണം. ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലിയർ ആൻഡ് ഷാർപ്പ് ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കണം എന്നാ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പേഷ്യന്റ് മോണിറ്റേഴ്സുമായിട്ട് അല്ലെ, പേഷ്യന്റിന് എന്താണ് ഡിഫറെന്റ് മോണിറ്റേഴ്സുമായിട്ട് എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അവരുടെ ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് BP ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ പേഷ്യന്റ് മോണിറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസ്. അപ്പൊ നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ പേഷ്യന്റിന് എന്താണ് അവർക്ക് സ്വയം ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്തരം ടൈമിൽ ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീന്റെ ഹെൽപ്പോട് കൂടിയാണ് പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്യുന്നത്. ഓക്കെ, then ജംഫ്രി ഇൻസ്ട്രുമെന്റ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി. സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ആ ഓപ്പറേറ്റിംഗ് റൂം, ഇൻക്ലൂഡഡ് ഓപ്പറേറ്റിംഗ് റൂം എന്താണ് ഡിവൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? ജംഫ്രി ആയിരിക്കണം. അതിലൂടെ ഇൻഫെക്ഷൻസ് ആ പേഷ്യന്റിലേക്ക് സ്പ്രെഡ് ആകാനായിട്ട് പാടില്ല. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈസസ് എല്ലാം എങ്ങനെയായിരിക്കണം? ജംഫ്രി ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡയാറ്റമി മെഷീൻസ്. ഓക്കെ, അവിടെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? Yes, ma'am. Okay. A diathermy machine to control bleeding usually is present. Diathermy machines ഈ സർജറി ടൈംസിൽ പേഷ്യൻസിന് ഉണ്ടാകുന്ന ഈ ബ്ലീഡിങ് കുറക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, ബ്ലീഡിങ് കുറക്കുന്നതിന് വേണ്ടി സർജറി ടൈംസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഡയാത്തമി ഡിവൈസ്, ഡയാത്തമി മെഷീൻ. ഓക്കെ, ക്ലിയർ ആണോ? Then, if the surgery requires a heart-lung machines or other specialized tool may be brought into the room. പിന്നെ എന്തൊക്കെ കൊണ്ടുവരേണ്ടി വന്നേക്കാം ഓപ്പറേറ്റിംഗ് റൂമിലേക്ക്? നമുക്ക് ധാരാളം സ്പെഷ്യലൈസ്ഡ് ടൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? 1-2 ഓർമ്മയുണ്ടോ? ഏതൊക്കെ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് വേണം ഓപ്പറേറ്റിംഗ് റൂമില്? അപ്പോൾ ഈ സർജറി ടൈമിൽ മേജർ സർജറി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാർട്ടിന്റെയോ ലങ്സിന്റെയോ അതുപോലുള്ള സർജറീസ് ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആ ടൈമിൽ പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ടൂൾസും യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? വേണമെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? സർജിക്കൽ മൈക്രോസ്കോപ്പ് അല്ലെ, സർജിക്കൽ മൈക്രോസ്കോപ്പ് വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ധാരാളം ഡിവൈസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സക്ഷൻ ഡിവൈസ് അല്ലെ, സർജറി ടൈംസിൽ ഉണ്ടാകുന്ന ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? സക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെയുള്ള മറ്റൊരു മെഷീൻ ആണ് ഹാർട്ട് ലങ്സ് എന്ന് പറയുന്നത്. അപ്പൊ സർജറി ടൈംസിൽ എന്താണ് ഈ ടെമ്പററി ആയിട്ട്, അതായത് തൽക്കാലത്തേക്ക് ഈ പേഷ്യന്റിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഫങ്ഷൻ താൽക്കാലികമായി ഏറ്റെടുക്കുന്നത് ഈ മെഷീനാണ്. ഓക്കെ, മേജർ സർജറീസിന്റെ ടൈമിൽ, ഹാർട്ടിന്റെ ഒക്കെ സർജറീസിന്റെ ടൈമിൽ ഈ ഹാർട്ടിന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത് ഈ ഹാർട്ട് ലങ്സ് മെഷീനാണ്.
സ്ക്രീൻ ഓക്കെ റിജോ സ്ക്രീൻ ഒന്ന് പേജ് നമ്പർ 2. Okay, last para, each operating. Okay, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ സർജറി ടൈംസിൽ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഫംഗ്ഷൻ എന്താണ്? താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത് ഇത്തരം മെഷീനുകളാണ്, ഹാർട്ട് ലങ്സ് മെഷീൻസ് ആണ്. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എന്താണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതൊക്കെയാണത്? ഹാർട്ട് ലങ്സ് മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ബ്രീത്തിങ് മെഷീൻ ആയിരിക്കാം, ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സർജിക്കൽ മൈക്രോസ്കോപ്പ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്താണ്? ദ ഓപ്പറേറ്റിംഗ് റൂം വിൽ ലൈക്ലി ബി കോൾഡ് ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. എങ്ങനെയായിരിക്കണം? ടെമ്പറേച്ചർ കൂൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് എയർ കണ്ടീഷൻ ചെയ്ത റൂം ആയിരിക്കണം ഓപ്പറേഷന് വേണ്ടി സെലക്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? ബാക്ടീരിയ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത്? ഈ എയർ കണ്ടീഷൻഡ് റൂമിൽ ബാക്ടീരിയാസ് ഇനാക്റ്റീവ് ആണ്, അവർക്ക് ഗ്രോത്ത് ചെയ്യാനോ സ്പ്രെഡ് ചെയ്യാനോ കഴിയില്ല. അപ്പൊ അതിനു വേണ്ടിയാണ്, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറയാനായിട്ട് കാരണം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. റിജോ പ്ലീസ് സ്ക്രോൾ ദ സ്ക്രീൻ. റിജോ, സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ എന്താണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ? ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സിനെ ഡിഫറെന്റ് സോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനു മുൻപ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്താണെന്ന് അറിയണം. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്? ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ജം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സോണിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ സോൺ എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂമിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് റൂംസുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഡിഫറെന്റ് ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റീവ് റൂം ഉണ്ട്, സർജറി ചെയ്യുന്ന റൂം ഉണ്ട്, ഓപ്പറേറ്റിംഗ് റൂം ഉണ്ട്, അതിനുശേഷം പേഷ്യന്റിനെ നമ്മൾ റിക്കവറി റൂമിലേക്ക് ചേഞ്ച് ആക്കും അല്ലെ, ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പലതരത്തിലുള്ള ഇന്റർ കണക്റ്റഡ് റൂംസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ട്. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്പറേഷൻ റൂമില് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ റൂമുകളെയോ അല്ലെങ്കിൽ ഏരിയാസിനെയോ ഒരുമിച്ച് പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സോൺ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഓരോ സോണിലും നമ്മൾ ഡിഫറെന്റ് സോൺസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് റൂംസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എല്ലാ റൂമുകളിലും ഒരേ ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത്? അല്ല അല്ലേ. നമ്മൾ എന്താണ് പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ എന്താ ചെയ്യുന്നത്? പേഷ്യന്റിനെ അസസ് ചെയ്യണം അല്ലെ, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്നു അല്ലെ. ഓപ്പറേറ്റിംഗ് റൂമിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്, സർജറി നടത്തുന്നത് എവിടെയാണ്? ഓപ്പറേറ്റിംഗ് റൂമിലാണ്. അതിനുശേഷം പേഷ്യന്റിനെ മാറ്റുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അപ്പോ ഓരോ റൂമിനും എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, അതേപോലെ ഓരോ റൂമുകളും എന്താണ് ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസും ഉണ്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്യൂട്ട് എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? അപ്പൊ ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ടൈമില് വേരിയസ് സ്റ്റേജസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളെയോ അല്ലെങ്കിൽ ഏരിയാസിനെയോ പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താ ഓപ്പറേഷൻ തിയേറ്റർ സോൺ? ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള എന്താണ് ആ റൂമുകളെ അല്ലെങ്കിൽ ഏരിയാസിനെ പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. ഓക്കെ, അപ്പൊ നോട്ട് ചെക്ക് ചെയ്തോളൂ. എന്താണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ സോൺസ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ? ഒന്നുകൂടെ പറയാം. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സോൺ എന്ന് പറഞ്ഞാല്? അതായത് സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ വേരിയസ് സ്റ്റെപ്പിനെ
ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളെയോ ഏരിയാസിനെയോ പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. എന്താണ് ഇപ്പോ ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു, അതിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. എല്ലാ ഡിഫറെന്റ് സ്റ്റേജസിലും ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളെയോ ഏരിയാസിനെയോ പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. കിട്ടിയോ? ഓക്കെ സാബിറ. Then zoning the operation theater. നോക്കിക്കോളൂ. The operation theater suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, ഇൻഫെക്ഷൻസ് പടരാനായിട്ട് ചാൻസസ് ഉള്ള ഒരു സോഴ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് എന്താണ് ഇൻഫെക്ഷൻ തടയണ്ടേ, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. അപ്പൊ ധാരാളം പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞല്ലേ. ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഓപ്പറേഷൻ റൂമിൽ അവിടെ എത്തുന്ന പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി പ്രത്യേകിച്ച് എങ്ങനെയാണ് വൂൺസിലൂടെ, മുറിവുകളിലൂടെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള കാരണമാകുന്ന ഒരു സോഴ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിന്റെ എയിം എങ്ങനെയായിരിക്കണം? പേഷ്യന്റിന്റെ സേഫ്റ്റി, ഓക്കെ, ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന എയിമില് പ്രവർത്തിക്കുന്നതായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പേഷ്യന്റിന് റിസ്ക് എന്താണ്, ഇൻഫെക്ഷൻ വരാനുള്ള റിസ്കിന്റെ ചാൻസസ് എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് റിഡ്യൂസ് ചെയ്യുക, അങ്ങനെ പ്രവർത്തിക്കുക. ഓക്കെ, അതാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. ക്ലിയർ ആണോ? ഞാൻ കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഓക്കെ, ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. ഓക്കെ, ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. Flow within the operation theater suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of operation theater suite to the operating room. എങ്ങനെയായിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ പ്രവേശിക്കുന്ന ടൈം മുതൽ എൻട്രൻസ് വരെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം വരെ എങ്ങനെയായിരിക്കണം? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്ന പേഷ്യന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആയിക്കോട്ടെ, എങ്ങനെയായിരിക്കണം? അവര് മൂലം ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അവര് ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അവര് മൂലം എങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്റർ കണ്ടാമിനേറ്റഡ് ആകാൻ പാടില്ല. ക്ലിയർ ആണോ? പിന്നെന്താണ്? ഓരോ സ്പേസും എങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ നമ്മൾ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ സ്പേസും എങ്ങനെയാണ് ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഓരോ സ്പേസിൽ നിന്നും മറ്റൊന്നിലോട്ട് മാറുമ്പോൾ എങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ, അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻട്രൻസ് ചെയ്യുന്ന ടൈം മുതൽ ഓപ്പറേറ്റിംഗ് റൂം വരെ എങ്ങനെയായിരിക്കണം? എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ജെം ഫ്രീ എൻവയോൺമെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് staff who are working in the operation theater department should be able to move from one clean area to the other without having to pass through unprotected areas. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്റ്റാഫ് ഒരു റൂമിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൂടെ മാത്രമേ അവർ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലീൻ ചെയ്തിട്ടുള്ള, അവർക്ക് അലൗ ചെയ്തിട്ടുള്ള ആ ഒരു പാസേജിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ മാത്രമേ എന്താണ് സ്റ്റാഫുകളായിക്കോട്ടെ അവരെന്താണ് പാസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റാഫിൽ നിന്നും എന്താണ് ഒരു ഇൻഫെക്ഷൻസും സ്പ്രെഡ് ആകാനായിട്ട് അനുവദിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൂടെ മാത്രമേ ഈ സ്റ്റാഫുകൾ ഒരു റൂമിൽ നിന്നും മറ്റൊന്നിലോട്ട് മൂവ് ചെയ്യുമ്പോൾ സഞ്ചരിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ അത്?
തേർഡ് വൺ എന്താണ്? സോയിൽഡ് മെറ്റീരിയൽസ്. ഓക്കെ, സോയിൽഡ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ഹാവ് ടു ബി എലിമിനേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് റൂംസ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ക്ലീൻ ഏരിയാസ്. അപ്പൊ സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫ് എങ്ങനെയായിരിക്കണം? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ സോയിൽഡ് മെറ്റീരിയൽസിന്റെ, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിന്റെ, ഇപ്പൊ സർജറി ടൈംസിൽ നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഒക്കെ ഉണ്ട് അല്ലെ, ഇത്തരം വേസ്റ്റുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? അതിന് പ്രത്യേകം ഈ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം വേസ്റ്റുകളെ ആ റൂമിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്? അവർക്ക് അതിനു വേണ്ടി മാത്രം ഒരു പാസേജ് ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രമേ ഇത്തരം വേസ്റ്റുകളെ ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിലോട്ട് അവരെന്താണ്? കടക്കാൻ പാടുള്ളതല്ല. ക്ലിയർ ആണോ? അപ്പൊ സ്റ്റാഫുകൾക്ക് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്, അതിലൂടെ മാത്രമേ സ്റ്റാഫുകൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ സോയിൽഡ് മെറ്റീരിയൽസ്, ഈ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രത്യേക വഴിയുണ്ട്, അതിലൂടെ മാത്രമേ ഇത്തരം വേസ്റ്റുകൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടും പാടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറയാൻ കാരണം? എന്തിനു വേണ്ടിയാണ്? മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെ? ആ കണ്ടാമിനേഷൻ എന്താണ്? റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെ? ആ മിനിമൈസിങ് കണ്ടാമിനേഷൻ. പിന്നെന്താണ്? മെയിൻറ്റെയിനിങ് പേഷ്യന്റ് സേഫ്റ്റി, അല്ലെങ്കിൽ ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മോർ ഓവർ ഇതിലെല്ലാം പുറമെ എന്താണ്? ഹോസ്പിറ്റൽസിന് ഒരു പോളിസീസ് ഉണ്ട് അല്ലെ, ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അത് ഫോളോ ചെയ്യേണ്ടത് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേഷൻ ഷുഡ് ബി ഫ്രീ ഓഫ് ദ എയർ മൂവ്മെന്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദി ഹോസ്പിറ്റൽ. Hence, the direction of airflow within the operation theatre suite should be from cleaner to less clean areas. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിലെ വെന്റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിലെ മറ്റു റൂമുകളിൽ നിന്നും സ്പെഷ്യൽ ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കണം. ഓക്കെ, എങ്ങനെയാണ്? ഒരു സെപ്പറേറ്റ് വെന്റിലേഷൻ ആണ് ഇത്തരം റൂമുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം ടൈപ്പ് ഓഫ് വെന്റിലേഷൻ ഓപ്പറേഷൻ റൂമിൽ സെറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെന്താണ്? അപ്പോ ഈ ഹോസ്പിറ്റലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള എയർബോൺ കണ്ടാമിനൻസ്, അതായത് വായുവിലൂടെ പടരുന്ന ഈ മാലിന്യങ്ങള് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കാതെ ഇത്തരം വെന്റിലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വായു, എയർ എന്താണ്? ഈ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ വെന്റിലേഷൻ ആണ്. ഓക്കെ, പിന്നെ ഈ വെന്റിലേഷന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്? അതായത് ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്യാത്ത ഏരിയയിലേക്ക് എന്ന രീതിയിലാണ് ഇതിൽ എയർ ഫ്ലോ നടക്കുന്നത്. ക്ലിയർ ആണോ? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നുമാണ് ക്ലീൻ ചെയ്യാത്ത ഏരിയയിലോട്ട് എയർ ഫ്ലോ നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ വെന്റിലേഷന്റെ പ്രത്യേകത എന്താണ്? എന്തൊക്കെയാണ്? നമ്മുടെ ഹോസ്പിറ്റൽസിലെ സാധാരണ റൂമുകളിൽ യൂസ് ചെയ്യുന്ന പോലുള്ള വെന്റിലേഷൻ അല്ല ഓപ്പറേറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? എയർബോൺ കണ്ടാമിനൻസ് അകത്ത് കടക്കാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള വെന്റിലേഷൻ ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റ് ചെയ്യേണ്ടത്. അതിൽ എയർ ഫ്ലോ, അതിൽ എങ്ങനെയാണ് എയർ പാസ് ചെയ്യുന്നത്? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്യാത്ത ഏരിയയിലേക്ക് എന്ന രീതിയിലാണ് ഇത് വെന്റിലേഷനിലെ എയർ ഫ്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പേഷ്യന്റിൽ നിന്നും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലല്ലേ? ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ വന്ന് പെട്ടെന്ന് ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാളിൽ നിന്നും നിലവിലുള്ള പേഷ്യൻസിലേക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ്? പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ കൊണ്ടുവന്നിട്ട് എന്താണ്? അയാളെ ക്ലീൻ ചെയ്ത്, ഓക്കെ, ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഓക്കെ, therefore the whole operation theatre suite is designed on the concept of 4 zones. അപ്പൊ ഇക്കാരണങ്ങളാല് ഓപ്പറേഷൻ തിയേറ്റർ സോൺ എന്താണ്? നമ്മൾ മെയിൻലി 4 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ മെയിൻലി നമ്മൾ 4 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്.
ഓക്കെ, ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് സ്റ്റാഫിൽ നിന്നും പേഷ്യന്റിൽ നിന്നും എങ്ങനെയാണ് ആ ജെം ഫ്രീ എൻവയോൺമെന്റ് എന്താണ് കണ്ടാമിനേറ്റഡ് ആകാൻ പാടുള്ളതല്ല. ഓക്കെ, പിന്നെ സ്റ്റാഫുകൾ എങ്ങനെയാണ് ആ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൂടെ മാത്രമേ ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ സോയിൽഡ് മെറ്റീരിയൽസ് മൂവ് ചെയ്യിക്കേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടത് അതിന് പ്രത്യേകം അലൗ ചെയ്തിട്ടുള്ള വഴിയിലൂടെ മാത്രമായിരിക്കണം. പിന്നെന്താണ്? വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം? എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്യാത്ത ഏരിയയിലേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ കാരണങ്ങളാൽ നമ്മൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ നമ്മൾ 4 സോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, അപ്പൊ നമുക്കിത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ എന്നറിയപ്പെടുന്നു. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോൺ ഫസ്റ്റ് എന്താണ്? പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ. ഇതിന്റെ പ്രത്യേകത എന്താണ്? നോൺ സ്റ്റെറൈൽ ആണ്. ഈ പ്രൊട്ടക്റ്റീവ് സോൺ ഔട്ടർ സോൺ, ഔട്ടർ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ. ഈ റൂമിന്റെ അല്ലെങ്കിൽ ഈ സോണിന്റെ പ്രത്യേകത എന്താണ്? ഇതെന്താണ്? നോൺ സ്റ്റെറൈൽ ആണ്. ഓക്കെ, നോൺ സ്റ്റെറൈൽ ആണ്. പിന്നെന്താണ്? അൺറിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സ്ക്രീൻസ് ഓക്കെ ഓക്കെ റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോണിന്റെ പ്രത്യേകത എന്താണ്? നോൺ സ്റ്റെറൈൽ റൂമുകളാണിത്. നോൺ സ്റ്റെറൈൽ സോൺ ആണ്. പിന്നെന്താണ്? അൺറിസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഓക്കെ, എല്ലാവർക്കും പ്രവേശിക്കാമെന്നല്ല, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു മേഖലയാണ് ഏത്? പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നോൺ സ്റ്റെറൈൽ ആണ്. പിന്നെന്താണ്? അൺറെസ്ട്രിക്റ്റഡ് സോൺ ആണ്. അപ്പോ ഈ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? റിസപ്ഷൻസ്. ഓക്കെ, വെയിറ്റിംഗ് റിസപ്ഷൻ ഏരിയ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എവിടെയാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, റിസപ്ഷൻ ഏരിയ വരുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പിന്നെന്താണ്? വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയയും ഇവിടെയാണ് വരുന്നത്. പിന്നെ ചേഞ്ചിങ് റൂം. ഓക്കെ, ചേഞ്ചിങ് റൂം എന്താണ്? അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഏരിയാസ്, ഈ ചേഞ്ചിങ് റൂംസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രീ അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് മുമ്പുള്ള അതിനുവേണ്ടി പ്രോസസ് ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള ഫങ്ഷൻസ് നടക്കുന്ന റൂം. പിന്നെന്താണ്? സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്. പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ്, ഡാറ്റാസ്, ഈ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂം. അത് വരുന്നത് എവിടെയാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്? റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്. പിന്നെന്താണ്? വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ചേഞ്ചിങ് റൂം വരുന്നുണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് സോണിന് നമ്മൾ 4 സോൺ പറഞ്ഞല്ലോ. അതില് ഹെൽത്ത് കെയർ സ്റ്റാഫിന്, ഓക്കെ, ഹെൽത്ത് കെയർ സ്റ്റാഫിന് സർജൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് അവിടെ നേഴ്സസ് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾക്ക് ആർക്കായാലും എന്താണ് അവരുടെ സ്വന്തം ഡ്രസ്സിൽ എൻറ്റർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സോൺ, ഈ 4 സോണിൽ അവരുടെ സ്വന്തം ഡ്രസ്സിൽ എൻറ്റർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സോണാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഏത് സോണിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ടും അവരെന്താണ് PPE മസ്റ്റ് ആയിട്ട് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണില് ഓക്കെ, നോൺ സ്റ്റെറൈൽ ഏരിയയാണ്. പിന്നെന്താണ്? ചേഞ്ചിങ് റൂം ഇൻക്ലൂഡഡ് ആണ്. അവരുടെ ഡ്രസ്സ് മാറുന്നതിനുള്ള ചേഞ്ചിങ് റൂം ഇൻക്ലൂഡഡ് ആണ്. പ്രീ അനസ്തേഷ്യ റൂം ഉണ്ട്. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്, അവരുടെ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്യുന്ന റൂം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദെൻ ഓട്ടോക്ലേവ് ആൻഡ് TSSU ഉണ്ടോ? ഓട്ടോക്ലേവ് ആൻഡ് TSSU അതും വരുന്നത് എവിടെയാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓട്ടോക്ലേവ് അല്ലെങ്കിൽ TSSU. എന്താ TSSU എന്ന് പറഞ്ഞാൽ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. അപ്പോ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ തിയേറ്ററിലെ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. കിട്ടിയോ? നോട്ട് ചെയ്തോ? TSSU.
അപ്പോ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ ഡിവൈസുകളെയും ജെം ഫ്രീ ആക്കുന്നത് എന്തെന്നാ എവിടെയാണ്? ഈ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലാണ്. ഓക്കെ, ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ എല്ലാ ഡിവൈസുകളെയും ജെം ഫ്രീ ആക്കുന്ന ഒരു റൂമാണ് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജെം ഫ്രീ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാം TSSCയുടെ ഫുൾ ഫോം ഒന്നുകൂടെ പറയോ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ. ഓക്കെ, അപ്പൊ എന്താണ്? തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ ഡിവൈസുകളെയും എന്താണ് സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടി ജെം ഫ്രീ ആക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് TSSU എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്, ഓക്കെ, ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓട്ടോക്ലേവ് എന്താണെന്ന് ക്ലിയർ ആണോ? ഡിവൈസുകളെ ഫ്രീ ആക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ഓക്കെ, ദെൻ ട്രോളി ബേ. എന്താണ് ട്രോളി ബേ? ട്രോളി എന്താ? ഉപകരണം. എന്തോ? ഉപകരണം. ഓക്കെ, ട്രോളീസ് നമ്മൾ കണ്ടിട്ടില്ലേ? നേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ മെഡിക്കേഷൻ മരുന്നൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട്. ഏതാണോ ഒന്നുകൂടെ പറയേണ്ടത്? ഓട്ടോക്ലേവ് ആണോ? ഓട്ടോക്ലേവ് ആണോ? ഓക്കെ മുനീർ. ഓക്കെ, എന്താ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽസിലെ ഇൻസ്ട്രുമെന്റ്സിനെ അല്ലെങ്കിൽ ഡിവൈസുകളെ ജെം ഫ്രീ ആക്കുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇത്തരം ഡിവൈസുകളെ ജെം ഫ്രീ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ്. കിട്ടിയോ മുനീർ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ട്രോളി ബേ. നേഴ്സസ് പേഷ്യന്റിന് എന്താണ് മെഡിസിൻസ് കൊടുക്കുന്നതിന്, ഓക്കെ, മെഡിസിൻസ് കൊടുക്കാനായിട്ട് സപ്ലൈ ചെയ്യുന്നതിന് എന്താണ് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ട്രോളി കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ പേഷ്യന്റിനെ എന്താണ് കൊണ്ടുപോകുന്ന ട്രോളീസ് ഉണ്ട്, വീൽ ചെയേഴ്സ് ഇല്ലേ? അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും എപ്പോഴാണ് ആവശ്യം വരുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്തേക്ക് വേണ്ടി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ്, ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ട്രോളീസിനെ, ഓക്കെ, മെഡിക്കൽ ട്രോളീസിന് എന്താണ് സെറ്റ് ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ആവശ്യമുള്ള സമയത്തേക്ക് പ്രിപ്പയർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ട്രോളി ബേ എന്താണെന്ന് ഒന്നൂടെ പറയോ? ട്രോളി ബേ. ഓക്കെ, മെഡിക്കൽ ട്രോളീസിന് എന്താണ്? ഈ മെഡിക്കൽ ട്രോളീസുകൾ സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും പിന്നെന്താണ് അതെപ്പോഴാണ് ആവശ്യം ആ യൂസിന് വേണ്ടി പ്രിപ്പയർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ ട്രോളികൾ സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അത് വേണ്ട സമയത്തേക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്തേക്ക് പ്രിപ്പയർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഫസ്റ്റ് വൺ ആണ് പ്രൊസീജിയർ ട്രോളീസ് ഉണ്ട്. പ്രൊസീജിയർ ട്രോളീസ് എന്തിനു വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്? ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും, ഓക്കെ, മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിവൈസുകൾ ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും കൊണ്ടുപോകുന്നതിന് യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് പ്രൊസീജിയർ ട്രോളീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രൊസീജിയർ ട്രോളീസ് എന്തിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടി മാത്രമേ ഇത്തരം ട്രോളീസ് യൂസ് ചെയ്യാറുള്ളൂ. ക്ലിയർ ആണോ? മാം ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണോ? ട്രോളി ബേ. ഓക്കെ, ട്രോളി ബേ. അപ്പൊ എന്താണ് ട്രോളി ബേ?
കിട്ടിയല്ലോ. ഇത്തരം മെഡിക്കൽ ട്രോളീസ് എന്താണ് സ്റ്റോർ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു വെക്കുന്ന ആ ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഡിഫറെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ട്രോളീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? പ്രൊസീജിയർ ട്രോളീസ് ഉണ്ട്. പ്രൊസീജിയർ ട്രോളീസിന്റെ പ്രത്യേകത എന്താണ്? അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും മെഡിസിൻസും കൊണ്ടുപോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് പ്രൊസീജിയർ ട്രോളീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെഡിക്കേഷൻ ട്രോളീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, പേഷ്യൻസിന് മെഡിസിൻസ് സപ്ലൈ ചെയ്യാനായിട്ട് നേഴ്സസ് യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് മെഡിക്കേഷൻ ട്രോളീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് ഉണ്ട്. ഈ പേഷ്യന്റിനെ എന്താണ് മൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു റൂമിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും റിക്കവറി റൂമിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്നും വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ജനറൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് എന്തറിയപ്പെടുന്നത്? ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ട്രോളീസ് എന്താണെന്ന് ക്ലിയർ ആണോ? ട്രോളി ബേ എന്താണെന്ന് ക്ലിയർ ആണോ? അപ്പോ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് പറഞ്ഞല്ലേ, ഏതൊക്കെയാണ്? പ്രൊസീജിയർ ട്രോളീസ് ഉണ്ട്, പിന്നെന്താണ്? മെഡിക്കൽ ട്രോളീസ് ഉണ്ട്, ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളി. അതൊന്നുകൂടി പറഞ്ഞു. അതായത് പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ്. വീൽ ചെയേഴ്സ് ഒക്കെ ഇല്ലേ, അത്തരത്തിലുള്ള ട്രോളീസിനെയാണ് നമ്മൾ ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രോളീസുകളെ സ്റ്റോർ ചെയ്യുകയും എന്താണ് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രത്യേക റൂമിനെയാണ്, ആ ഏരിയയാണ്, ആ ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോളി ബേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയ എവിടെയാണ് വരുന്നത്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൊട്ടക്റ്റീവ് സോൺ ക്ലിയർ ആണോ? എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ്? ഏതൊക്കെയാണ് എൽമ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, പിന്നെ ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ റൂം, സ്റ്റോർസ്, റെക്കോർഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്, പിന്നെ ഓട്ടോക്ലേവ്, TSSU, ട്രോളി ബേ, പിന്നെ കൺട്രോൾ. അത് ക്ലിയർ ആയിരുന്നു. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. അത് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കുമല്ലോ. ഈ ഹോസ്പിറ്റൽസിലോട്ട് മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എന്താണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഏരിയാസും ഈ എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ TSSU എന്തായിരുന്നു? സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഹോസ്പിറ്റൽസിലെ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ജെം ഫ്രീ ആക്കുന്ന ഏരിയയാണ് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ ഈ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സോൺ ഏതാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സോൺ ക്ലിയർ അല്ലേ? പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ ഔട്ടർ സോൺ ക്ലിയർ അല്ലേ? ഇതിന്റെ നോട്ട്സ് ആണ് ഈ PDF. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ അപ്പൊ തന്നെ നിങ്ങളുടെ ലെക്ചർ നോട്ട്സിൽ എഴുതി പോകാം. ഓക്കെ, ഓട്ടോക്ലേവ് അല്ലെങ്കിൽ TSSU എന്താണെന്നൊക്കെ ഫെമിലിയർ അല്ല നിങ്ങൾക്ക് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി പോകാം. അതെന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ജെം ഫ്രീ എക്യുപ്മെന്റ്സിനെ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ യൂണിറ്റ് ആണ് തിയേറ്റർ സ്റ്റെറൈൽ ഓക്കെ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം, മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് നോട്ട്സ് എഴുതി പോകാം. ഓക്കെ, നെക്സ്റ്റ് സോൺ ഏതാണ്? ക്ലീൻ സോൺ. ഓക്കെ, നമ്മൾ പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോണിന്റെ പ്രത്യേകത എന്തായിരുന്നു? നോൺ സ്റ്റെറൈൽ ആണെന്ന് പറഞ്ഞു അല്ലേ? നോൺ സ്റ്റെറൈൽ സോൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്ലീൻ സോൺ എങ്ങനെയാണ്? ക്ലീൻ സോണിന്റെ പ്രത്യേകത എന്താണ്? അത് സ്റ്റെറൈൽ റൂം ആണ്, സെമി സ്റ്റെറൈൽ റൂം ആണ്. ഓക്കെ, സെമി സ്റ്റെറൈൽ റൂം ആണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലീൻ സോൺ മുതൽ എങ്ങനെയാണ് PPE വെയർ ചെയ്തിട്ടായിരിക്കണം ഹെൽത്ത് കെയർ സ്റ്റാഫ് എൻറ്റർ ചെയ്യേണ്ടത്. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് പേജ് നമ്പർ
പേജ് നമ്പർ 3 പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ ആ ടേബിളില്ലേ? ഓക്കെ നെക്സ്റ്റ് സോൺ ഏതാണ്? ക്ലീൻ സോൺ. ഓക്കെ എങ്ങനെയാണ്? സെമി സ്റ്റെറൈൽ ആണത്. അപ്പോ ഈ പ്രൊട്ടക്റ്റീവ് സോണിനെയും സ്റ്റെറൈൽ സോണിനെയും തേർഡ് സോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു സോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് ക്ലീൻ സോൺ ആണ്, സെമി സ്റ്റെറൈൽ സോൺ ആണ്. അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം എവിടെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? സെക്കൻഡ് സോണിലാണ്, ക്ലീൻ സോണിലാണ്. എന്താണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂമിന്റെ പ്രത്യേകതകള്? എന്താ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് സോണിനെയും എന്തിനും? പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ഇല്ലേ? തേർഡ് സോൺ, മൂന്നാമത്തെ സോൺ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിനും ഇടയിലുള്ള സോണാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനെയും ഇടയിലുള്ള ലിങ്ക് ചെയ്യിക്കുന്ന സോണാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലീൻ സോൺ മുതലാണ് ഹെൽത്ത് കെയർ സ്റ്റാഫ് PPE വെയർ ചെയ്ത് എൻറ്റർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെ ഏരിയാസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നത്? ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റീവ് റൂംസ് വരുന്നുണ്ട്. ഓപ്പറേഷന് മുൻപ് പേഷ്യന്റിന് ഹെൽത്ത് ചെക്ക് ചെയ്യുക, മെഡിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, അനസ്തേഷ്യക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന റൂമാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അതെവിടെയാണ്? ക്ലീൻ സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദെൻ റിക്കവറി റൂം, പിന്നെന്താ റിക്കവറി റൂം വരുന്നത് എവിടെയാണ്? ക്ലീൻ സോണിലാണ്. ഓപ്പറേഷന് ശേഷം പേഷ്യന്റിനെ മാറ്റുന്ന റൂമാണ് റിക്കവറി ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ റിക്കവറി ഏരിയ വരുന്നത് ക്ലീൻ സോണിലാണ്. ദെൻ പ്ലാസ്റ്റർ റൂം, എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ സ്പ്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്ലാസ്റ്റർ ഇടാറില്ലേ? അപ്പൊ ഈ പ്ലാസ്റ്റർ റൂമും ഈ ക്ലീൻ സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദെൻ സ്റ്റാഫ് റൂം, സ്റ്റാഫുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂമാണ്. സ്റ്റാഫ് റൂം വരുന്നത് എവിടെയാണ്? ഈ ക്ലീൻ സോണിലാണ്. ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂം. എന്താണ് എസ്തെറ്റിക് സ്റ്റോർ റൂം? ഈ സർജറിക്ക് വേണ്ടി വരുന്ന എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ മെഡിസിൻസും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഏരിയയാണ് നമ്മൾ എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അപ്പൊ എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ മെറ്റീരിയൽസും അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സബ്സ്റ്റാൻസസും എങ്ങനെയായിരിക്കണം? ലേബിൾഡ് ചെയ്തായിരിക്കണം വെക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കണം. ക്ലിയർ ആണോ? എല്ലാ സർജറിക്ക് വേണ്ട എല്ലാ മെഡിസിൻസും എന്താണ്, അല്ലെങ്കിൽ അതിനാവശ്യമായ എല്ലാ ഡിവൈസുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ റൂമാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അവിടെ വെച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും എങ്ങനെയായിരിക്കണം? ലേബിൾഡ് ചെയ്തായിരിക്കണം വെക്കേണ്ടത്. കൂടാതെ എന്താണ്? ടെമ്പറേച്ചർ, ആ റൂമിലെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. ക്ലിയർ ആണോ? എസ്തെറ്റിക് സ്റ്റോർ റൂം. എന്തോ ഒന്നുകൂടി പറയോ ലാസ്റ്റ് പറഞ്ഞത്? എസ്തെറ്റിക് സ്റ്റോർ റൂം അല്ലെ? അപ്പൊ സർജറിക്ക് ആവശ്യമായ എല്ലാ മെഡിസിൻസും ഡിവൈസസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് റൂം അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ എസ്തെറ്റിക് സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും എങ്ങനെയായിരിക്കണം? ലേബിൾഡ് ചെയ്തായിരിക്കണം വെക്കേണ്ടത്. പിന്നെ എങ്ങനെയായിരിക്കണം? ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കണം. സർജറിക്ക് ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും മെഡിസിൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയാസ് ആണ് എസ്തെറ്റിക് സ്റ്റോർ റൂം. നെക്സ്റ്റ് എന്താണ്? എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം അല്ലെങ്കിൽ ഓട്ടോ പ്രോസസർ. അപ്പൊ എക്സ്റേ എടുക്കുന്ന റൂമാണ് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം അല്ലെ? നമ്മൾ എന്താണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയും. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്റേസ് MRI ഒക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റേ എടുക്കുന്ന റൂമാണ് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം. അവിടെ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡിവൈസിനെയാണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. അപ്പൊ ഈ എക്സ്റേ റൂം എവിടെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്? ഈ ക്ലീൻ സോണിലാണ്, ഈ സെക്കൻഡ് സോണിലാണ് എക്സ്റേ റൂം വരുന്നത്. ക്ലിയർ ആണോ? ഓട്ടോ പ്രോസസർ ഇത്രയുള്ള എന്താണ്? എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. ആ ഡിവൈസിനെയാണ് നമ്മൾ ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്.
അതായത് മെഡിക്കൽ ഇമേജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഏരിയാസ് ആണ് ക്ലീൻ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അശ്വതി, ഏതൊക്കെ ഏരിയാസ് ആണ് ക്ലീൻ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അശ്വതി. പ്രീ ഓപ്പറേറ്റിംഗ് റൂം, പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പിന്നെ ഏതാണ്? റിക്കവറി റൂം, ഓക്കെ, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അതുപോലെ അസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, അങ്ങനെ ഓട്ടോ പ്രോസസർ. ഓക്കെ, അപ്പോ എക്സ്റേ എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, മെഡിക്കൽ ഇമേജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഏതാണ്? അശ്വതി, ഏതാണ് ആ ഡിവൈസ്? ഓട്ടോ പ്രോസസർ. ഓട്ടോ പ്രോസസർ. ഓക്കെ, ദെൻ തേർഡ് സോൺ ഏതാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഓക്കെ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ആ പേര് പോലെ തന്നെ എങ്ങനെയാണ് ആ സോണിന്റെ പ്രത്യേകത? സ്റ്റെറൈൽ റൂം ആണത്. പിന്നെന്താണ്? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, സ്റ്റെറൈൽ സോൺ ആണ്. അപ്പോ ആ റൂമിൽ അല്ലെങ്കിൽ ആ സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂം, ഓക്കെ, സർജറി കണ്ടക്ട് ചെയ്യുന്ന ആ സ്പെഷ്യൽ റൂം, ഓക്കെ, ആ സ്പെഷ്യൽ റൂം, ആ ഓപ്പറേറ്റിംഗ് റൂം ഉൾപ്പെട്ടിരിക്കുന്നത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. നെറ്റ് കട്ടായി പോയി. ഓക്കെ ജിൻസി, ഓട്ടോ പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മെഡിക്കൽ ഇമേജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സ്റ്റെറൈൽ ആണ്, സ്റ്റെറൈൽ സോൺ ആണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഓക്കെ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സ്റ്റെറൈൽ റൂം ആണ്, സ്റ്റെറൈൽ സോൺ ആണ്, പിന്നെന്താണ്? റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആണ്. പിന്നെന്താണ്? ഓപ്പറേറ്റിംഗ് റൂം, ഈ സർജറി ചെയ്യുന്ന റൂം ഉൾപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഈ തേർഡ് സോണിലാണ്. ഓക്കെ, സ്ക്രബ് റൂം, സ്ക്രബ് റൂം എന്താണ് സ്ക്രബിന്റെ പ്രത്യേകത? സ്ക്രബ്, എന്താ സ്ക്രബിന്റെ പ്രത്യേകത? സ്ക്രബ് റൂം വരുന്നതും ഈ തേർഡ് സോണിലാണ്. സ്ക്രബിങ് എന്തിനാ ചെയ്യേണ്ടത്? ഒരു പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു അല്ലേ? പേഷ്യന്റിന്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയും ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ഫോളോ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ? ആ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പാലിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് സ്ക്രബിങ്? ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. എന്താണ്? ജ്വല്ലറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അൽമ, പിന്നെന്താണ്? ഹാൻഡ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഹാൻഡ് പ്രോപ്പർ ആയിട്ട് അല്ലെ? നെയിൽ എന്താണ് ഷോർട്ട് ആണോ അല്ലെങ്കിൽ എന്താണ് നെയിൽ പോളിഷ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? വാം വാട്ടർ ഉപയോഗിച്ച് ഹാൻഡ് എൽബോ മുതൽ കഴുകണം. 1 മിനിറ്റ് വരെ വാഷ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മൾ തറയായിട്ട് കണ്ടിന്യൂലി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാഷ് പ്രോപ്പർ ആയിട്ട് വോം വാട്ടർ യൂസ് ചെയ്ത് കഴുകേണ്ടതാണ്, വാഷ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഒരു സ്ക്രബിംഗ് മെത്തേഡ് ഉണ്ട്, അത് യൂസ് ചെയ്യണം. ടൈംഡ് മെത്തേഡ് അല്ലെങ്കിൽ എന്താണ്? ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കൈ നല്ലപോലെ അപ് ടു എവിടെ എൽബോ വരെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം പിന്നെന്താണ്? ഡ്രൈ ചെയ്യണം. ഇതിന് ശേഷമാണ് നമ്മൾ ആ സ്റ്റെറൈൽ ഗ്ലൗസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം ഈ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതാണ് സ്ക്രബിംഗ് മെത്തേഡ്. ഓക്കെ, സ്ക്രബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്രബ് ചെയ്യാനുള്ള റൂം, ആ സ്ക്രബ് റൂം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ തേർഡ് സോണിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സ്ക്രബ് എത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ സ്ക്രബിംഗ് റൂം, ഈ സ്ക്രബ് റൂം ഉൾപ്പെട്ടിരിക്കുന്നത് തേർഡ് സോണിലാണ്. തേർഡ് സോണിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റെറൈൽ റൂം ആണ്, പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഓപ്പറേഷൻ നടക്കുന്ന ഉൾപ്പെട്ടിരിക്കുന്നത് ഈ തേർഡ് സോണിലാണ്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് റൂം ഉൾപ്പെടുന്നുണ്ട്, സ്ക്രബ് റൂം വരുന്നുണ്ട്, അനസ്തേഷ്യ ഇൻജക്ഷൻ റൂം, ഓക്കെ, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന അനസ്തേഷ്യ റൂം ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. ദെൻ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്പറേഷന് വേണ്ടി എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് എമർജൻസി ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ റൂമും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ തേർഡ് സോണിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ദ ലാസ്റ്റ് വൺ എന്താണ്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, നമ്മൾ നേരത്തെ ട്രോളി ബേ എന്താണെന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയയുടെ പ്രത്യേകത എന്താണ്?
അതായത് നേരത്തെ പറഞ്ഞില്ലേ ഓപ്പറേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ ടൈമിൽ അത്തരം ട്രോളീസ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ മെഡിസിൻസും എല്ലാ ഡിവൈസും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരം ട്രോളീസ് കീപ്പ് ചെയ്യുന്ന ഏരിയാസ് ആണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ക്ലിയർ ആണോ? എന്താ ഇൻസ്ട്രുമെന്റ് ട്രോളീസ് ഏരിയ? ഓപ്പറേഷന് വേണ്ട എല്ലാ മെഡിസിൻസും എല്ലാ ഡിവൈസസും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസിനെ കീപ്പ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഏരിയയാണ് ഏത്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ക്ലിയർ ആണോ? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ പറയോ? ഓക്കെ. ഓപ്പറേഷന് വേണ്ടി എന്താണ് ആവശ്യമായ എല്ലാ ഡിവൈസുകളും മെഡിസിൻസും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസിനെ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഏരിയാസിനെയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ എങ്ങനെയാണ്? ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസിനെ കീപ്പ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഐശ്വര്യ. ആൻഡ് ദ ലാസ്റ്റ് സോൺ ഏതാണ്? ഡിസ്പോസൽ സോൺ. ഓക്കെ, ഡിസ്പോസൽ സോണിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ നമ്മൾ പ്രൊട്ടക്റ്റീവ് സോൺ പഠിച്ചു, പിന്നെന്തായിരുന്നു? ക്ലീൻ സോൺ പഠിച്ചു, പിന്നെന്തായിരുന്നു? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ലാസ്റ്റ് വൺ ഡിസ്പോസൽ സോൺ. അപ്പൊ അവിടെ ആ പേരിൽ തന്നെ ഉണ്ട്, ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച PPE കിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് ആയിക്കോട്ടെ, ബയോമെഡിക്കൽ വേസ്റ്റ് ആയിക്കോട്ടെ, ഇത്തരം ഇത്തരം ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ, ബോഡി ഫ്ലൂയിഡ്സ് അല്ല, എന്താണ് PPE കിറ്റ് പോലുള്ളവ ഡിസ്പോസ് ചെയ്യുന്ന ആ ഏരിയയാണ് നമ്മൾ ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഡേർട്ടി വാഷപ്പ് റൂംസ്. ഓക്കെ, നമ്മൾ ഡേർട്ട് കഴുകുന്നതിനുള്ള റൂംസുകൾ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പോസൽ കോറിഡോർ. ഓക്കെ, നമ്മൾ ഡിസ്പോസലിന് വേണ്ടി മാത്രം ഒരു കോറിഡോർ ഉണ്ട്, അതിലൂടെ മാത്രം വേണം ഈ വേസ്റ്റുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കാനെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഡിസ്പോസൽ കോറിഡോർ ഉൾപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഈ 4th സോണിലാണ്. ഓക്കെ, ഡിസ്പോസൽ സോണിലാണ് ഈ ഡിസ്പോസൽ കോറിഡോർ ഉൾപ്പെട്ടിരിക്കുന്നത്. ജാനിറ്റർ ക്ലോസറ്റ്. എന്താണ് ജാനിറ്റർ ക്ലോസറ്റിന്റെ പ്രത്യേകത? നമ്മൾ ഈ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്ത എല്ലാ എക്യുപ്മെന്റ്സുകളെയും ഡിവൈസുകളെയും ക്ലീൻ ചെയ്യണം, വേണ്ടേ? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ, മോപ്പ് ആയിക്കോട്ടെ, ഇത്തരം ഡിവൈസുകൾ, ഇത്തരം വസ്തുക്കൾ, നമ്മൾ ഇത്തരം മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഓപ്പറേഷൻ റൂമിലെ ഓക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്ത എല്ലാ ഡിവൈസുകളെയും ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ സൊല്യൂഷൻസ്, ഡിറ്റർജൻസ് തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയ മെറ്റീരിയൽസ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയാണ് ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കാം? ചിലപ്പോൾ ഡിറ്റർജൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ വേണം. ഓരോ ഇൻസ്ട്രുമെന്റ്സും ഓരോ ഡിവൈസുകളും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ സൊല്യൂഷൻ വേണം. മോപ്പ് വേണം, വേണ്ടേ? അപ്പൊ ബക്കറ്റ്സ് വേണം. അപ്പൊ ഇത്തരം വസ്തുക്കളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ മെയിൻലി നമ്മൾ 4 സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 4 സോൺ? പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ക്ലീൻ സോൺ വരുന്നുണ്ട്, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ വരുന്നുണ്ട്, ഡിസ്പോസൽ സോൺ വരുന്നുണ്ട്. ഓക്കെ, 4 സോണുകൾ ക്ലിയർ ആണോ? ഓരോ സോണിലും വരുന്ന ഏരിയാസ് ക്ലിയർ ആണോ? ഓക്കെ, സ്ക്രബ് റൂം ഒന്ന് പറഞ്ഞു തരാമോ ഒന്നുകൂടെ? സ്ക്രബ് റൂം. ഓക്കെ, നമ്മള് സ്ക്രബിങ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ക്രബിങ് എന്തായിരുന്നു? ഈ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ആ റൂം ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ക്രബ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ആ പ്രൊസീജിയർ? എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കയ്യിലുള്ള ഓർണമെന്റ്സ് റിമൂവ് ചെയ്യണം. ഓക്കെ, അത് റിമൂവ് ചെയ്യേണ്ടതിന്റെ പ്രത്യേക എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ്? ആ ഓർണമെന്റ്സിലുള്ള ഡേർട്ടിനെ റിമൂവ് ചെയ്യാനായിട്ട്
ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുമ്പോൾ അത് കീറിപ്പോകാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓർണമെന്റ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ നഖം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. കയ്യിൽ ഷോർട്ട് നെയിൽ ആണോ ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും നെയിൽ പോളിഷ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? വാം വാട്ടർ യൂസ് ചെയ്ത് 1 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈ വാഷ് ചെയ്യേണ്ടതാണ്. ഓക്കെ. കൈ വാഷ് ചെയ്തതിന് ശേഷം സ്ക്രബിംഗ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ആണ് ടൈംഡ് മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? ബ്രഷ് സ്ട്രോക്ക് മെത്തേഡ് എന്ന് പറയും. ഓക്കെ. അതിലേത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് കൈ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാം. ഓക്കെ. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൈ ഡ്രൈ ചെയ്യണം. കൈ ഉണക്കിയതിന് ശേഷം മാത്രമേ ഈ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത്തരം പ്രൊസീജിയേഴ്സ്, കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഈ പ്രൊസീജിയേഴ്സിനെ മൊത്തത്തിൽ പറയുന്നതാണ് എന്ത്? സ്ക്രബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സ്ക്രബ് ആ റൂമാണ്. സ്ക്രബ് റൂം എവിടെയാണുള്ളത്? ഓപ്പറേറ്റിംഗ് തിയേറ്ററിലാണ്. അതായത് ഈ 3ാമത്തെ സോണിലാണ് ഈ സ്ക്രബ് റൂം ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? മാം എന്തോ പ്രൊട്ടക്റ്റീവ് സോൺ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് ആ നേരത്തെ മിസ്സായി എനിക്ക്. എന്താണ് പറഞ്ഞാൽ മതി. എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ? സോൺ പറഞ്ഞുതരാം. പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താണ്? അത് നോൺ സ്റ്റെറൈൽ ആണ്. ഓക്കെ. നോൺ സ്റ്റെറൈൽ ആണ്. അതേപോലെ തന്നെ നോൺ റെസ്ട്രിക്റ്റഡ് ആണ്. അല്ലെ? അൺറെസ്ട്രിക്റ്റഡ് ആണ്. നിയന്ത്രണങ്ങൾ ഇല്ലാത്ത റൂമാണ്. അവിടെ ഏത് ഹെൽത്ത് കെയർ സ്റ്റാഫിനും പ്രവേശിക്കാവുന്ന സോണാണ്. അതേപോലെ തന്നെ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫിനും എങ്ങനെയാണ്? അവരുടെ സ്വന്തം ഡ്രസ്സിൽ പ്രവേശിക്കാൻ കഴിയുന്ന, എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സോൺ എന്ന് പറയുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. ബാക്കി എല്ലാ സോണിലും പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അവർ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? ഏതൊക്കെ റൂമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്. റിസപ്ഷൻ ഏരിയ ആയിക്കോട്ടെ, പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യുന്ന റിലേറ്റീവ്സ് വെയിറ്റ് ചെയ്യുന്ന വെയിറ്റിംഗ് ഏരിയ ആയിക്കോട്ടെ, ഇത് രണ്ടും ഉൾപ്പെട്ടിരിക്കുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പിന്നെ ചേഞ്ചിങ് റൂം, നമ്മുടെ നെക്സ്റ്റ് റൂം ക്ലീൻ സോണിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫ് അവരുടെ PPE വെയർ ചെയ്യണം. ഓക്കെ. അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. വേണ്ടേ? ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള റൂം, ചേഞ്ചിങ് റൂം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പിന്നെന്താണ്? പ്രീ അനസ്തേഷ്യക്ക് മുമ്പുള്ള പ്രൊസീജിയേഴ്സ് നടത്തുന്ന റൂം ഉൾപ്പെട്ടിരിക്കുന്നതും പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ സ്റ്റോർസ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും എല്ലാ ഡാറ്റാസും ഫയലും കീപ്പ് ചെയ്തിരിക്കുന്ന റൂമും വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ ഓട്ടോക്ലേവ്. ഓക്കെ. ഓട്ടോക്ലേവ് എന്താ? അല്ലെങ്കിൽ TSSU തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ. കിട്ടിയോ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സിനെയും ജെം ഫ്രീ ആക്കുന്ന യൂണിറ്റ് ആണ്. ആ ഏരിയയാണ് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഡിവൈസിനെ ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ, ഉപകരണങ്ങളെയാണ് നമ്മൾ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓട്ടോക്ലേവ് ആൻഡ് TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ അഞ്ജലി. ദെൻ ട്രോളി ബേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ. ജാനിറ്റർ ക്ലോസറ്റ്, ഒന്നുകൂടെ പറയാട്ടോ, നിൽക്കട്ടോ. അപ്പൊ ട്രോളി ബേസ് എന്താണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രോളീസ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ മെഡിക്കൽ ട്രോളീസുകളെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഈ ട്രോളീസുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ട്രോളി ബേ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഏതൊക്കെയാണ്? പ്രൊസീജിയർ ട്രോളീസ് ഉണ്ട്. ഈ പ്രൊസീജിയർ ട്രോളീസ് ഓപ്പറേഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓപ്പറേഷൻ ടൈമിൽ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളെയും എല്ലാ മെഡിസിൻസും കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രൊസീജിയർ ട്രോളീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ മെഡിക്കേഷൻ ട്രോളീസ് ഉണ്ട്. മെഡിക്കേഷൻ ട്രോളീസ് എന്തിനാണ്? നേഴ്സസ് പേഷ്യന്റിന് മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് മെഡിക്കേഷൻ ട്രോളീസ്. ദെൻ ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ് ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ട്രോളീസ് ആണ് ജനറൽ ട്രാൻസ്പോർട്ട് ട്രോളീസ്. അപ്പൊ ഇത്തരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഇലക്ട്രിസിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കും. അതും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ക്ലിയർ ആണോ അഞ്ജലി? ആ മാം. ഓക്കെ. ദെൻ ജാനിറ്റർ ക്ലോസറ്റ് എന്താണെന്നല്ലേ? ജാനിറ്റർ ക്ലോസറ്റ് എന്താ? ജാനിറ്റർ ക്ലോസറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് ഡിസ്പോസൽ സോണിലാണ്, അതായത് 4th സോണിലാണ് ജാനിറ്റർ ക്ലോസറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ജാനിറ്റർ ക്ലോസറ്റിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്ത ഡിവൈസുകളെ ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ മെറ്റീരിയൽസും, ബക്കറ്റ് ആയിക്കോട്ടെ, മോപ്പ് ആയിക്കോട്ടെ, ഡിറ്റർജന്റ് ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ തുടങ്ങിയ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആരാ ജാനിറ്റർ ക്ലോസറ്റ് ചോദിച്ചത്? ഓക്കെ രതീഷ്. The next usual areas of deficiency in operation theatre. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കാരണം തീരില്ല അത് എടുത്താൽ, കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത് നമ്മള്? മാം, ഈ അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം ഒന്ന് ഓടിച്ചു പറഞ്ഞുതരാമോ? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം പറയാട്ടോ, നമ്മൾ അവിടെ എത്തുമ്പോ പറഞ്ഞുതരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഡയാത്തമി മെഷീൻ അവിടെ വെച്ചാ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? എന്താണ് ഡയാത്തമി മെഷീന്റെ പ്രത്യേകത? എന്താണ് ഉമ, എന്താണ് ഡയാത്തമി മെഷീന്റെ പ്രത്യേകത? എനിബഡി, ഡയാത്തമി മെഷീൻ എന്തിനു വേണ്ടിയാണ് ഡയാത്തമി മെഷീൻ യൂസ് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഹാർട്ട് ലങ് മെഷീൻ പോലുള്ള സ്പെഷ്യലൈസ്ഡ് ടൂൾസ്. എന്തോ അഞ്ജലി? എന്ത് കൺട്രോൾ ചെയ്യാനാ പറഞ്ഞ? എന്ത് കൺട്രോൾ ചെയ്യുന്ന? ബ്ലീഡിംഗ്. ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഹാർട്ട് ലങ് മെഷീൻസ് പോലുള്ള സ്പെഷ്യലൈസ്ഡ് ടൂൾസ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഹാർട്ട് ലങ് മെഷീൻസ് എന്താണ്? ഈ മേജർ ആയിട്ടുള്ള ഹാർട്ടിന്റെയോ ലങ്സിന്റെയോ മേജർ സർജറീസിന്റെ ടൈമിൽ അതിന്റെ പ്രവർത്തനം താൽക്കാലികമായി ഏറ്റെടുക്കുന്നത് ഇത്തരം മെഷീൻസ് ആണ്, ഇത്തരം ഡിവൈസുകളാണ്. പിന്നെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു? സർജിക്കൽ മൈക്രോസ്കോപ്പ് പറഞ്ഞു, സക്ഷൻ ഡിവൈസ് പറഞ്ഞു. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ആയിരുന്നു സോൺസ് അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിനെ നമ്മൾ ഡിഫറെന്റ് സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുൻപ് എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്? എന്തായിരുന്നു അഞ്ജലി ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്? ഓപ്പറേഷൻ തിയേറ്റർ എന്തോ പറയൂ. ഞാൻ ഫസ്റ്റത്തെ ഭാഗത്ത് കേറിയിട്ടുണ്ടായിരുന്നില്ല. കേട്ടില്ല. ഓക്കെ അഞ്ജലി. അപ്പൊ ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്, ഹെൽപ്പ് ചെയ്യൂ അഞ്ജലി. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്? എന്തായിരുന്നു? സർജിക്കൽ പ്രൊസീജിയറിന്റെ സമയത്ത് വേരിയസ് സ്റ്റേജസിനെ ഇന്റർകണക്ട് ആക്കിയിട്ടുള്ള ഏരിയാസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. എന്താണ് ഓപ്പറേഷൻ സമയത്ത് സർജറീസിന്റെ സമയത്ത് ആ വേരിയസ് സ്റ്റേജസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസിനെ അല്ലെങ്കിൽ ഏരിയാസിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള റൂമുകളെയാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു. എന്തൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് എങ്ങനെയായിരിക്കണം? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. അതിലെന്താ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ സ്യൂട്ട് ധരിക്കുമ്പോൾ മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്നത് വരെ ക്ലീൻ ആയിരിക്കണം. നമ്മൾ പ്രോപ്പർ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ആ ഏരിയാസ് എല്ലാനും എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, നെക്സ്റ്റ് ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏരിയാസിൽ നിന്ന് മറ്റൊരു ഏരിയാസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്റ്റാഫുകൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് അതിന് അനുവദിച്ചിട്ടുള്ള ഒരു പാസേജ് ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രമേ ഇത്തരം സോളിഡ് വേസ്റ്റുകൾ നമ്മൾ എന്താണ് മൂവ് ചെയ്യിക്കാൻ പാടുള്ളൂ. പിന്നെന്തായിരുന്നു, വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്യാത്ത ഏരിയയിലേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, എയർബോൺ കണ്ടാമിനൻസ് എന്താണ്, മറ്റുള്ള വായുവിലൂടെ പകരുന്ന മാലിന്യങ്ങൾ ഓപ്പറേഷൻ റൂമിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന രീതിയിലുള്ള വെന്റിലേഷൻ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ നമ്മൾ 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 സോണുകൾ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, ഡിസ്പോസൽ സോൺ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ മറ്റൊരു പേരെന്താണ്? ഔട്ടർ സോൺ. അതേതൊക്കെയാണ്? നോൺ സ്റ്റെറൈൽ ആണെന്ന് പറഞ്ഞു, അൺറിസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഏരിയ, എന്തോ ഔട്ടർ എന്നാണോ? ഔട്ടർ സോൺ. റിസപ്ഷൻ വെയിറ്റിംഗ് ഏരിയക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തേഷ്യ വരുന്നുണ്ട്, സ്റ്റോർസ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ സ്റ്റോർ ചെയ്യുന്ന റൂം വരുന്നുണ്ട്. ഓട്ടോക്ലേവ് അല്ലെങ്കിൽ TSSU എന്താണ്, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന സ്റ്റെറൈൽ ചെയ്യുന്ന യൂണിറ്റ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ്. ഓക്കെ, ട്രോളി ബേ എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും എന്താണ് അതിനാവശ്യമായ സമയത്തേക്ക് പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ ട്രോളി ബേ എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, പിന്നെന്താണ്? ക്ലീൻ സോൺ. സെക്കൻഡ് സോൺ ആണ് ക്ലീൻ സോൺ. പ്രീ ഓപ്പറേറ്റീവ് മാം, ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടില് ഈ പ്രൊട്ടക്റ്റീവ് സോൺ വരുമോ? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ പറഞ്ഞല്ലോ, അത് ഈ പ്രൊട്ടക്റ്റീവ് സോൺ വരുമോ? ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നമ്മൾ മെയിൻലി എങ്ങനെയാണ്, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെയാണ് നമ്മൾ മെയിൻലി 4 സോൺ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ സെക്കൻഡ് സോണിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, റിക്കവറി റൂം വരുന്നുണ്ട്, പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്, സ്റ്റാഫ് റൂം വരുന്നുണ്ട്, പിന്നെ ഏതാണ്? എസ്തെറ്റിക് സ്റ്റോർ റൂം. ഓക്കെ, എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകത എന്താണ്? മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ സ്പെഷ്യൽ റൂം ആണ്. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം വരുന്നുണ്ട്, ഓട്ടോ പ്രോസസർ വരുന്നുണ്ട്. ഓക്കെ, എക്സ്റേ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആ ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ഉള്ളതല്ലേ, 3rd and 4th സോൺ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. മതിയോ? ഓക്കെ മാം. ഓക്കെ, ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.